സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ഇൻ ഗോ ആണ്. സോ ഗോയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്ങനെയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദെൻ. സോ ഞാനിതിപ്പോൾ റൺ ചെയ്യാൻ പോവാണ്. സോ ഞാനിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത് എ ബി എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. എ എന്നുള്ളത് 10ഉം ബി എന്നുള്ളത് 3ഉമാണ്. ഓക്കെ, സോ എ പ്ലസ് ബി എന്നുള്ളത് എന്തായിരിക്കും? ഓഫ് കോഴ്സ് നമുക്ക് എന്താ കിട്ടുക? 13 നമുക്ക് കിട്ടുക. 13 നമുക്ക് കിട്ടും. പിന്നെ എ മൈനസ് ബി എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 10 മൈനസ് 3 = 7. ഓക്കെ, ആൻഡ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ 10 × 3 എന്ന് പറയുമ്പോൾ 30 കിട്ടും. ഓക്കെ, എ ബൈ ബി എന്ന് പറയുമ്പോൾ എന്താ 10 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3.333 എന്ന് കിട്ടുക. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് എൻ ഇൻറ്റിജർ, ആസ് യു നോ, ലൈക്ക് ദിസ് ഇസ് എൻ ഇൻറ്റിജർ, എയുടെ മുകളിൽ ഹോവർ ചെയ്ത് നമുക്കറിയാൻ പറ്റും 2 ഇൻറ്റീജറാണ്. അപ്പോൾ അത് കാരണം കൂടെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഒന്നും കിട്ടില്ല. സോ ഇതിന് നമുക്ക് എന്താ കിട്ടുക? എ മോഡ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ചെയ്യാൻ എന്താ 10/3 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുക? 1 കിട്ടും. ഓക്കെ, കാരണം 3 × 3 = 9. അപ്പോൾ 10 9 പോയി ഇനി നമുക്ക് റിമൈൻഡറായിട്ട് 1 കിട്ടും. ഓക്കെ, സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക, നമുക്ക് നോക്കാമല്ലോ. സോ വി ഹാർ കറക്റ്റ്, ലൈക്ക് 13 7 30 3 1. ഇത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തത് കിട്ടിയത്. സോ ഇതാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ ഗോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഓപ്പറേറ്റർ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? തുറക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. സോ റിലേഷണൽ ഓപ്പറേറ്റർ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ എയും ബിയും നമ്മൾ 10ഉം 20 ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സോ റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഈക്വൽ ഈക്വൽ, നോട്ട് ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. സോ എ ഈക്വൽ ടു ബി ആണോ? 10 20ഉം ഈക്വൽ ആണോ? അല്ല. സോ നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ന് പറയാം ഇതെന്താ കിട്ടുക? ഫോൾസ്. ഓക്കെ, 10 ഈക്വൽ അല്ല, 10ഉം 20ഉം ഈക്വൽ അല്ല. കറക്റ്റാ അല്ലേ? പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രൂ കിട്ടും. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് എന്താ പറയുന്നത്? 10 20-നേക്കാട്ടി താഴെയാണ്. എ ഈസ് ലെസ് ദാൻ ബി. 10 എന്നുള്ളത് 20-നേക്കാട്ടി താഴെയാണ്. അതെന്താ? കറക്റ്റാണ് അല്ലേ? 10 20-നേക്കാട്ടി താഴെ കഴിഞ്ഞല്ലേ? സോ ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10 20-നേക്കാട്ടി താഴെയാണ്, അല്ലെങ്കിൽ 20-ന് ഈക്വലാണ്. എന്നാലും കറക്റ്റാണ്, കാരണം രണ്ടും കറക്റ്റ് അല്ലേ? 10 താഴെയാണെങ്കിലും ഈക്വൽ ആണെങ്കിലും 20 ആണെങ്കിലും തന്നെ അതും കറക്റ്റാണെന്ന് അർത്ഥം. സോ ഞാൻ ട്രൂ കൊടുത്തു. പിന്നെന്താണെന്ന് പറയുന്നത്? 10 20-നേക്കാട്ടി മേലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഫോൾസ്. 10 20-നേക്കാട്ടി മേലെയാണ്, ഈക്വലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മേലെയാണ് അല്ലെങ്കിൽ ഈക്വലാണ് എന്ന് പറയുമ്പോൾ അതും ഫോൾസ് തന്നെയാണ് കിട്ടുക, കാരണം 10 20 ഈക്വൽ അല്ലോ. സോ ഞാൻ 20 20 ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 20 20 ഞാൻ കൊടുത്തിട്ട് നോക്കി നോക്കാം. സോ നമുക്ക് 20 20 ഈക്വൽ ആണോ? അതെ. 20 20 ഈക്വൽ അല്ലേ? അല്ല. 20 20-നേക്കാട്ടി ചെറുതാണോ? അല്ല. 20 ചെറുതാണ്, ഈക്വലാണ്? അതെ. 20 ഗ്രേറ്റർ ആണോ? അല്ല. 20 ഗ്രേറ്റർ ആണോ? ഈക്വലാണ്? അതെ. സോ നമുക്ക് മനസ്സിലായില്ല, അതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലായില്ല, എങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. സോ ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്ററാണ്. സോ ലോജിക്കൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഞാനിതിനെ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്തിടണം. ഓക്കെ, സോ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ആംബർസാൻഡ്, 2 ആംബർസാൻഡ്, ആൻഡ്, ഓർ, നോട്ട്, ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ആൻഡും ഓറും നോട്ടും. സോ ആൻഡ് എന്ന് പറയുമ്പോൾ ഇതും ഉണ്ടാവണം അതും ഉണ്ടാവണം. വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പേര് ലെറ്റ്സ് സേ ഹരി എന്നും ആവണം, നിൻ്റെ ഏജ് 24 ആവണം, എന്നാൽ മാത്രമാണ് സാറ്റിസ്ഫൈ ആവുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഹരിയും ആവും വേണം, പിന്നെന്താ വേണ്ടേ? ഏജ് 23 ആവും വേണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റാണെന്ന് അർത്ഥം, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. സോ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? എ ട്രൂവും ബി ഫോൾസും ആണെന്ന് വിചാരിക്കും. എ ട്രൂ ആണ്, പക്ഷേ ബി ഫോൾസ് ആണ്, ബി തെറ്റാണ്. എന്നിട്ട് നമുക്ക് ആൻഡിലാകുമ്പോൾ എന്ത് കിട്ടും? ഫോൾസ് കിട്ടും. എ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസും ആവാം. എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രൂ കിട്ടും, കാരണം ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ഉണ്ടായാൽ മതി. നിൻ്റെ പേര് ഹരി ആവണം, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഹരി അല്ലെങ്കിൽ നിൻ്റെ വയസ്സ് 23 ആവണം. അപ്പോൾ ഹരി അല്ലാത്ത ഏത് 23 വയസ്സുള്ളവരും എന്ത് ചെയ്യാം? ഓക്കെ ആണെന്ന് അർത്ഥം. അതാണ് ഓറ്. നീ അല്ലെങ്കിൽ എന്ന് പറയില്ലേ നമുക്ക്.
നീയും ആവണം മറ്റവനാവണം എന്ന് പറയുമ്പോൾ ആൻഡ് എന്നർത്ഥം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പേര് ഹരി ആവും വേണം, നിനക്ക് വയസ്സ് 23 വേണം എന്ന് പറയുമ്പോൾ ആൻഡ് എന്നർത്ഥം. അല്ല നിനക്ക് ഒന്നല്ലെങ്കിൽ നിൻ്റെ പേര് ഹരിയാവുക, അല്ലെങ്കിൽ നിൻ്റെ വയസ്സ് 23 എന്ന് പറയുമ്പോൾ ഓറെന്നർത്ഥം. ഇനി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വയസ്സ് 23 അന്ന് തന്നെ കയറ്റില്ല, 24 വേണമെങ്കിൽ കയറ്റാം. അതാണ് എന്ത് ചെയ്തത് നോട്ട് എന്നർത്ഥം. വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെന്ത് ട്രൂ ആണെങ്കിൽ അതെന്താ ഫോൾസ് ആണ്, ഫോൾസ് എന്ന് പ്രിൻ്റ് ആവും. നിൻ്റെ ട്രൂ ആണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഫോൾസ് എന്ന് ഉത്തരം കിട്ടും. ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ട്രൂ എന്ന് ഉത്തരം കിട്ടും. നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്തുണ്ടാവുക നോക്കാം. സോ എ ആൻഡ് ബി എന്ന് വെച്ചാൽ ട്രൂ ആണോ ഫോൾസ് ആണോ, നമുക്ക് എന്ത് കിട്ടും ഫോൾസ്. കാരണം നിൻ്റെ പേര് ഹരിയാണ്, നിൻ്റെ ഏജ് 23 24 ചെയ്യാൻ ഫോൾസ് അല്ലേ. അതെന്ന് വെച്ചാൽ അപ്പം എന്താ ഫോൾസ് ആയി അർത്ഥം. നിൻ്റെ പേര് ഹരിയാണ് പക്ഷേ ട്രൂ ഫോൾസും ആണ് ചെയ്യാൻ 24 ആയാൽ മതി, എന്തെങ്കിലും ആയാൽ മതി എന്നുള്ള പോലെയാണെങ്കിൽ എന്താ ട്രൂ കിട്ടും. അതാണ് എ ഓർ ബി, ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ ട്രൂ കിട്ടും. ട്രൂ ആൻഡ് ഫോൾസ് ആണെങ്കിൽ ഫോൾസ് വരിക. നോട്ട് എ വെച്ച് കഴിഞ്ഞാൽ ട്രൂ എ എന്ന് പറയുന്നത് എന്താ ട്രൂ ആണ്, അപ്പം നമുക്ക് എന്ത് കിട്ടി ഫോൾസ് കിട്ടി. ഇതാണ് ലോജിക്കലായിട്ടുള്ള ഓപ്പറേറ്റർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഓപ്പറേറ്റർ ദാറ്റ് വി ഗോണ സ്റ്റഡി ഈസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കുന്നത്. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു സംഭവമാണ് ബിറ്റ് വൈസ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബൈനറി ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കൊടുക്കുന്നുണ്ടാവുക. സോ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണേ. കോളൻ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ 10ഉം 3ഉം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. സോ ഞാൻ തൽക്കാലത്തിന് ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു, കൺവേർട്ട് ചെയ്തു, ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ എനിക്ക് എത്ര കിട്ടിയത്, ഇതാണ് കിട്ടിയത്. ഓക്കെ, സോ ഇതൊരു 4 ബിറ്റ് ആണ്. 8 ബിറ്റ് ആകുമ്പോൾ ഫ്രണ്ടിൽ ബാക്കി 4 0 കൂടി വരും എന്നർത്ഥം. 1 2 3 4. ഓക്കെ, ഇതിപ്പോൾ ഒരു 8 ബിറ്റ് ഓപ്പറേറ്ററായി. ഓക്കെ, അതേപോലെ നമുക്ക് എന്താ വേണ്ടത് 3 കൺവേർട്ട് ചെയ്ത് നോക്കാം. സോ 11 നമുക്ക് കിട്ടിയത്. 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയായിരിക്കും വരിക, 1 2 3 4 5 6 പിന്നെ 2 1. ഓക്കെ, ഇതാണ് ബൈനറി ഓഫ് 10 and 3 എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ആൻഡാന്ന് പറഞ്ഞു, ആൻഡ് ഓപ്പറേഷനാണ് നടത്തണമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ആൻഡ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ആൻഡ് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണിത്. 1 ഉണ്ട് 0 ഉണ്ട് എന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് കിട്ടും ഞാൻ നോക്കാം. 1 ഉണ്ട് 0 ഉണ്ട്, ഞാൻ ഇവിടെ മൊത്തം 0 ആഡ് ചെയ്യാം. സോ 1 0 ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. 1 ഉണ്ട് 0 ഉണ്ട്, ഈ ഒരു 1 ഉണ്ട്, ഈ 0 ഉണ്ട്, ഈ 1 ഉണ്ട്. ഓക്കെ, 1 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുമ്പോൾ എന്താ ട്രൂ, മറ്റേതെന്ന് പറയുമ്പോൾ എന്താ ഫോൾസ്. ഫോൾസും ട്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഫോൾസ് കിട്ടും. ഓക്കെ, ആൻഡ് ആകുമ്പോൾ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ട്രൂ തന്നെ കിട്ടും. ഫോൾസും ഫോൾസ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോൾസ് തന്നെ കിട്ടും. ഇതും നമുക്ക് എന്ത് കിട്ടും ഫോൾസ് തന്നെ കിട്ടും. സോ നമുക്ക് എത്ര കിട്ടി, ബാക്കിയൊക്കെ 0 അല്ലേ, അപ്പോൾ നമുക്ക് നോക്കണ്ട. 0 0 0 0 0 0 1 0 നമുക്ക് കിട്ടി. ഇനി നമുക്കതൊന്ന് ബൈനറിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കി നോക്കാം അല്ലേ. സോ ഞാനിത് പറയുകയാണ് ബൈനറിയിൽ നിന്ന് എനിക്ക് ഡെസിമലിക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കൊടുത്തപ്പോൾ എന്ത് കിട്ടി 2 കിട്ടി. അപ്പം ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് എത്ര കിട്ടുക 2 കിട്ടുന്ന അർത്ഥം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇതൊക്കെ 0 ആക്കാൻ പോകാം 0 0. ഓക്കെ, കാരണം ഇതൊരു നമുക്ക് റെസ്പോൺസ് എന്നുള്ള പോലെ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് തിങ് എന്താ ഓർ ചെയ്യാൻ, ഒന്നല്ലെങ്കിൽ ട്രൂ ആവുക അല്ലെങ്കിൽ ഫോൾസ് ആവുക എന്ന് പറയില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ ട്രൂ ആണോ, അപ്പം അങ്ങനെ ട്രൂ ആയി നടത്തും. 2 ട്രൂ ആണോ, ഓക്കെ നല്ല കാര്യം, നീയും ട്രൂ ആണെന്ന് നടത്താം. 2 തെറ്റാണോ, 2 തെറ്റാണെങ്കിൽ നിനക്ക് പറ്റില്ല. ഹരിയല്ല അതിൻ്റെ പേര് 23 വയസ്സും ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക, അത് പറ്റില്ല. അപ്പോൾ 0 ആയിപ്പോയി. പിന്നെന്താ ഹരി ഉണ്ട് പക്ഷേ ഏജില്ല എന്നുള്ള പോലെ. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയട്ടെ ഹരി എന്നുള്ള. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ എന്താ ഹരി ഏതെങ്കിലും ഒന്നാണല്ലോ നീ, അപ്പോൾ നീ 1 തന്നെ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമുക്കിത് എത്ര കിട്ടുക നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് ഞാൻ കൊടുത്തു. ഇവിടെ നിന്ന് ബൈനറി ടു ഡെസിമൽ 11. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉത്തരം എത്രയാ 11. ഓക്കെ, ദ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇത് നോട്ട് ഓപ്പറേറ്ററാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള പോലെ കൊടുക്കും. XOR ഓപ്പറേറ്റർ, സോറി നോട്ടല്ല XOR ഓപ്പറേറ്റർ. XOR എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1 0 വരികയാണെങ്കിൽ മാത്രമാണ് 1 വരുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ 0 വരിക. സോ 1 0 ആണോ 1 1,
1 1 ആണോ അവിടെ 0 വരും, 0 0 ആണോ അവിടെ 0 വരും, 1 0 ആണോ അവിടെ 1 വരും. സോ ഇതാണ് എന്ത് ചെയ്യുക, XOR എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 1 0 മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയൊക്കെ എന്താ 0 വരിക. ഓക്കെ, 1 0 ആണെങ്കിൽ 1 വരും, ബാക്കിയുള്ളിടത്തൊക്കെ 0 വരും. സോ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 9. നോക്കി നോക്കാം, 9 പറഞ്ഞു. പിന്നെന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബർസാൻഡ് നോട്ട് എന്നാണ്. സോ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ, ഈ ഒരു ഓപ്പറേഷൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല. സോ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം നമുക്ക് പറഞ്ഞ ഉത്തരങ്ങളൊക്കെ കറക്റ്റാണോ നോക്കാം. സോ 2 11 9 കറക്റ്റാണ്. പിന്നെ 8 പിന്നെ 80 പിന്നെ 1 വരുന്നത്. 80 എന്നൊക്കെ വരുന്നത് പറയുമ്പോൾ ഇത് ലെഫ്റ്റ് ഷിഫ്റ്റും ഇത് റൈറ്റ് ഷിഫ്റ്റുമാണ്. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓവറായിട്ട് ഡിപ്പായിട്ട് പോകുന്നില്ല, കാരണം ഇതിൻ്റെ ഉപകാരമില്ലല്ലോ. കാരണം ഉപകാരമില്ല സംഭവം നോക്കിയിട്ട് എന്താ കാര്യമില്ല. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണെന്ന് ലെഫ്റ്റ് ഷിഫ്റ്റ് B എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 10 എന്നുള്ളത് നമുക്കറിയാം, 10 ഇതാണ്. 10 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാണ് എത്ര? 3 ആണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 3 0 പോവും, ലെഫ്റ്റിക്ക് പോവും. ഓക്കെ, സോ ഈ 3 0 ഇവിടുന്ന് പോയിട്ട് ഇവിടെ 3 0 വരും. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞുള്ള അവസ്ഥ. സോ 3 എന്ന് പറയാൻ കാരണം എന്താ, B എന്നുള്ളത് 3 അല്ലേ, അത് കാരണം കൊണ്ടാണ് ഞാൻ 3 0 കളഞ്ഞത്. സോ ഇതിൻ്റെ ലെഫ്റ്റ് ഷിഫ്റ്റ് നോക്കി നോക്കാം. സോ എത്ര? 80 കറക്റ്റായി. അതേപോലെ തന്നെ ഞാൻ അതേപോലെ തന്നെ ആകട്ടെ കേട്ടോ, 3 0 ആഡ് ചെയ്തു. ഇനി റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്ന് റൈറ്റിക്ക് 3 കളയണം. അപ്പോൾ റൈറ്റത്തെ ഈ 3 പോയി. ഓക്കെ, സോ പിന്നെ ആദ്യത്തെ 3 വന്നു, 3 0 നമുക്ക് ആപ്പൻഡ് ചെയ്തു കഴിഞ്ഞാൽ എന്താ 0 0 0 0 0 1 എത്ര? 1. അതാണ് താഴത്ത് എടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബിറ്റ് വൈസ് ആയിട്ടുള്ള ഓപ്പറേറ്റർ. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് യൂസ് കേസസ് ഭയങ്കര കുറവാണ്, അത് കാരണം കൊണ്ട്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ A10 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ A += 5 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 + 5 എന്നാണ് അതിൻ്റെ അർത്ഥം. A += 5 എന്ന് പറയുമ്പോൾ 10 + 5 ഇപ്പോൾ എത്രയാണ്? 15. A - 3 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 15 3 കുറച്ച് എന്ത് കിട്ടും? എത്ര കിട്ടുക? 12 കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? A + 5 എന്ന് പറയുന്നത് 15 കിട്ടും. പിന്നെ എന്താ പറഞ്ഞത്? 15, കാരണം A എന്ന് പറയുമ്പോൾ 15 ആയിട്ടല്ലേ ഇരിക്കുന്നത്. 15 നമുക്ക് 3 കുറച്ച് എന്ത് കിട്ടും? നമുക്ക് 12 കിട്ടും. അതൊന്ന് ഇൻറ്റു എന്താ ചെയ്യുന്നത്? 12 × 2 നമുക്ക് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 24. അത് കിട്ടി. 24 എന്താ കിട്ടുന്നത്? 4 ചെയ്യുന്നത് നമ്മൾ ഇവിടെ. 24 4 എത്രയാ? 6. ഓക്കെ, 6 കിട്ടി. 6 mod 3. 6 mod 3 എന്ന് പറയുമ്പോൾ എത്രയാ? 6 mod 3 എന്ന് പറയുമ്പോൾ അത് 0 കാരണം 6 ഡിവിസിബിളായി പോവും. 3 2 6 എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ 0 ആണ് കിട്ടുക. ഓക്കെ, പിന്നെ നമുക്ക് എന്താ 0 & 2 എന്നൊക്കെയാണ് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം, ഇനി എന്താ റൺ ചെയ്ത് നോക്കി നോക്കാമല്ലോ എന്തൊക്കെ ഇതുവരെ ഉള്ളത് കറക്റ്റാണോ നോക്കാമല്ലോ നമുക്ക്. സോ 15 കിട്ടി, 12 കിട്ടി, 24 കിട്ടി, 6 കിട്ടി, 0 കിട്ടി, വീണ്ടും 0 തന്നെ കിട്ടി. പിന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? not = 3 എന്നുള്ള പോലെയാണ് കിട്ടുന്നത്. പക്ഷേ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള XOR ഓപ്പറേറ്റർ അത് 3 എന്ന് പറഞ്ഞു കൊടുത്തു, ലെഫ്റ്റ് ഷിഫ്റ്റ് കൊടുത്തു, റൈറ്റ് ഷിഫ്റ്റ് കൊടുത്തു. ഇതൊക്കെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആട്ടോ, വിത്ത് = സിമ്പിൾ. കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ A not = 2 എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുമ്പോൾ A = A not 2 ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ A = A XOR 3 ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചെയ്തു. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് ഇൻ ഗോ. സോ ഇതൊരു ബിറ്റ് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ XOR ബിറ്റ് വൈസ് ഓപ്പറേറ്ററൊക്കെ അധികം എല്ലാവർക്കും അറിയാത്തതല്ല, അത് കാരണം കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.